പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവമക്കളെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന പച്ചയായ മനുഷ്യരാണ് നമ്മൾ, അല്ലേ? നമ്മുടെ മാരേജിനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്ന പലതും മാരേജ് ടെസ്റ്റേഴ്സായിട്ട് തീരാറുണ്ട്. ഞാൻ പറയട്ടെ, ക്ഷീണത്തിൻ്റെ ആ ഒരു ടെസ്റ്റ്, വിയറിനെസ് ടെസ്റ്റ്, ടെസ്റ്റ് ഓഫ് എക്സോഷൻ, അതൊക്കെ നമ്മെ ചിലപ്പോൾ ബ്രേക്ക് ചെയ്ത് കളയും. ഇങ്ങനെയൊക്കെ തോന്നുവാണെങ്കിലും ഞാൻ പറയട്ടെ, പ്രത്യാശയ്ക്ക് വകയുണ്ട് ദൈവവേദലേ. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം. 1 Peter chapter 2 verse 21. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. നമ്മളെ ദൈവം വിളിച്ചു. എന്തിനാ? ദൈവത്തിന് പ്രസാദമുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉരുവായി വരുവാൻ. 21-ാം വാക്യത്തിൻ്റെ മുകളിൽ പറയുന്നത്, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമാണ്. ക്രൈസ്റ്റ്, ഹീസ് അവർ എക്സാമ്പിൾ. നമുക്കൊത്തിരി കാര്യം അവനിൽ നിന്ന് പഠിക്കാനുണ്ട്, ഇല്ലേ? എന്നാൽ ദൈവം നാം കടന്നു പോകുന്ന അനുഭവങ്ങളിൽ നിന്ന്, അതായത് ക്ഷീണത്തിൻ്റെയും തളർച്ചയുടെയും ഒക്കെ അനുഭവത്തിൽ നിന്ന് നമ്മളെ ഔട്ടാക്കി മാറ്റി നിർത്തത്തില്ല. അവനെ ശപിച്ചപ്പോൾ അവനെ അനുഗ്രഹിക്കുക ചെയ്തത്. തുടർമാനമായിട്ട് പുരുഷാരം അവനെ ചുറ്റി വളയുമായിരുന്നു. അപ്പോഴൊക്കെ ഹി മെയ്ഡ് ഹിംസെൽഫ് അവൈലബിൾ. അവർ വിശന്നിരുന്നപ്പോൾ യേശു അവരെ ഫീഡ് ചെയ്തു. അവർക്ക് കറക്ഷൻ ആവശ്യമായിരുന്നപ്പോൾ അവൻ സ്നേഹത്തോടെ, പക്ഷേ ധൈര്യത്തോടെ അവർക്ക് താൻ കൊടുത്തിരുന്നു. അവരവനെ മുറിവേൽപ്പിച്ചപ്പോൾ അവൻ അവരോട് ക്ഷമിച്ചു. അവന് ഉറങ്ങേണ്ട സമയം വന്നപ്പോഴും ചില സമയത്ത് ഹി പ്രസ്ഡ് ഓൺ. അവൻ സഫർ ചെയ്തപ്പോൾ അവൻ തന്നെ തൻ്റെ മനസ്സിലൊരു ഇറ്റേണൽ പിക്ചർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഹി കെപ്റ്റ് യു ആൻഡ് മീ ഇൻ യുവർ മൈൻഡ്. നമ്മുടെയൊക്കെ വെഡ്ഡിങ് ഡേയ്സിൽ നമ്മൾ പ്രോമിസ് കൊടുത്തു, വാഗ്ദത്തം കൊടുത്തു, ഉറപ്പ് കൊടുത്തു. എന്തിനാ? ടു ലവ് ആൻഡ് ചെറിഷ് അവർ സ്പൗസസ്. അത് നല്ലവണ്ണം ചെയ്യുവാൻ നമ്മൾ ആയുസ്സുള്ളിടത്തോളം കാലം ശ്രമിച്ചേ പറ്റത്തുള്ളൂ. സകലതും റഫായിട്ട് തീരുമെന്ന് തോന്നുമ്പോഴും സംഗതികളെ സോഫ്റ്റാക്കി നിലനിർത്താൻ കഴിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തണം. നമ്മളെ കെയർ ചെയ്യുവാൻ നാം ദൈവത്തെ അനുവദിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അങ്ങനെ നാം അനുവദിക്കുവാണെങ്കിൽ നമ്മുടെ സ്പൗസസിനെയും അവൻ കവർ ചെയ്യത്തില്ലേ? മത്തായി 11:28 നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. എന്തോ ആ വാക്യം പറയുന്നത്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകൊണ്ട് എൻ്റെ നുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കും, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എൻ്റെ നുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു എന്ന് പറഞ്ഞു. എന്ത് ബേർഡനായിരുന്നു കുഞ്ഞെ നിനക്കുണ്ടായിരുന്നത്? അത് ലൈറ്റായിട്ട് ഇന്നിപ്പോൾ നിനക്ക് തോന്നുന്നില്ലേ? നമ്മുടെ ജീവിതത്തിൽ എന്ത് ഭാരങ്ങളാണെങ്കിലും അത് ഉയർന്നു നിൽക്കാതെ അതിനെ ലൈറ്റാക്കി തരുന്ന ഒരു നല്ല ദൈവമുണ്ട്. നമ്മുടെ സർക്കംസ്റ്റൻസസിനെ ലൈറ്റാക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ കൂടി, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ കൂടി നമ്മുടെ സാഹചര്യങ്ങളെയും ജീവിതത്തെയും കാണുവാൻ നമുക്ക് കഴിയണം. നമ്മൾ ഹെൽപ്ലെസ് ആയിട്ടുള്ള ആൾക്കാരല്ല. നമ്മുടെ സമയങ്ങളിൽ നാം മറന്നു പോകപ്പെട്ടവരല്ല. ആവശ്യത്തിലിരിക്കുന്നതിൻ്റെ മുമ്പിൽ നാം ഒന്നും മറക്കത്തില്ല. നമ്മുടെ തലയിലെ മുടി പോലും എണ്ണപ്പെട്ടിരിക്കുക. അത്രയും അത് എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുവാണെങ്കിൽ ഞാനും നിങ്ങളും പ്രഷ്യസ് അല്ലേ?
പ്രൈസ് ഗോഡ്. യേശുവിനോട് നിൻ്റെ സകല ഭാരങ്ങളും പോയി പറയുന്നതിന് മുമ്പ് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇരിപ്പാൻ സമയം കണ്ടെത്തിക്കോണം. വചനം വായിച്ചു കൊള്ളണം. ആത്മീയമായിട്ട് മൽനറിഷ്ഡായി പോകരുത്, നെഗ്ലക്റ്റ് ചെയ്യരുത്. യേശു കർത്താവുമായിട്ട് സമയം ചെലവഴിക്കുന്നത് നമ്മുടെ സ്പിരിറ്റിനെ അത് റിഫ്രഷ് ചെയ്യും. എല്ലാ ട്രയൽസും ട്രിഗേഴ്സ് എന്ന് കാണരുതേ കുഞ്ഞെ. ചിലത് നമ്മെ സ്ട്രെങ്തൻ ചെയ്യുക, കാഠിന്യമേറിയ ശോധനയുള്ള ജീവിതത്തെ ഫേസ് ചെയ്യുവാൻ നമ്മെ സഹായിക്കുക. സാഹചര്യത്തിൻ്റെ തളർച്ചയും സാഹചര്യത്തിൻ്റെ കഠിനപ്രയത്നവും ആങ്കർ നമുക്ക് കോമ്പാറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും തോളിൽ ബേർഡൻ വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസും എല്ലാം 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 മറക്കുവാൻ കഴിയുന്ന ഒരു ദൈവമേ ഉള്ളൂ. അവനിൽ നിന്ന് പഠിക്കുവാൻ്റെ ഗുണം ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ എത്ര ജെൻറ്റിലാണെന്നും എത്ര ഹമ്പിളാണെന്നും ദൈവത്തെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ആംഗ്രി റിയാക്ഷൻസൊക്കെ ചിലപ്പോൾ ടിപ്പിക്കലി അങ്ങ് സ്പാർക്ക് ചെയ്യും, അങ്ങ് ബിയറായിട്ട് തീരും. എന്നാൽ യേശു കർത്താവിൻ്റെ ജെൻറ്റിൽ ആൻഡ് ഹമ്പിളായിട്ടുള്ള സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിലൊരു അനുഗ്രഹമാണ്. ഒരു സൂപ്പർ നാച്ചുറൽ സ്റ്റഡിനെസ് ഹൃദയത്തിനും ശരീരത്തിനും അതുമൂലം ലഭിപ്പാൻ ഇടയാകും. നമ്മുടെ ക്ഷീണങ്ങളെല്ലാം ദൈവത്തിൻ്റെ മേലിട്. അവൻ്റെ ആ ജെൻറ്റിൽനെസ് ഉണ്ടല്ലോ, അത് നമ്മുടെ ജെൻറ്റിൽനെസ്സായിട്ട് മാറണം. അവൻ്റെ താഴ്മയുണ്ടല്ലോ, അത് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത് കാണണം. നമ്മൾ നല്ല സ്വഭാവ ശ്രേഷ്ഠതയിൽ വളർന്നു വരുമ്പോഴുണ്ടല്ലോ, ഹല്ലേലൂയ, ഏതൊക്കെ എക്സോഷൻ വന്നാലും നമ്മുടെ ആ സ്ട്രെങ്ത് മാറ്റി വെച്ചിട്ട് ദൈവീയ കൃപയിൽ കുഞ്ഞുങ്ങളോട് കർത്താവ് കാണിക്കുന്ന വലിയ കരുണയിൽ, ദേവദാസന്മാരെ നമ്മളോട് കാണിക്കുന്ന വലിയ കരുണയിൽ ആശ്രയിച്ച് എല്ലാവിധ ടെംപ്റ്റേഷൻസിനെ ഓവർകം ചെയ്യുവാൻ്റെ ഗുണം നമുക്ക് കഴിയണം. യേശു കർത്താവിനെ അനുകരിച്ചിരുന്ന ഒരു ഭാര്യയും ഭർത്താവും, അവർ പതുക്കെയാണെങ്കിലും ദേഷ്യത്തിലാണെങ്കിലും അവർ ഒന്നും ശബ്ദകോലാഹലത്തിൽ ചെയ്യരുത്. സൂപ്പർ നാച്ചുറൽ സ്ട്രെങ്ത്, ആ ഫലം, അത് യേശു കർത്താവിൻ്റെ പേഴ്സണാലിറ്റിയെക്കുറിച്ചുള്ളൊരു ഡിസ്ക്രിപ്ഷനാണ്. എന്നാൽ ആംഗ്രി റിയാക്ഷൻസ് കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞിരുന്നാൽ ദൈവത്തിന് അതിൽ പ്രസാദമാകത്തില്ല. ഞാൻ പറയട്ടെ, വരിക എന്ന് യേശു കർത്താവ് പറയുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം. We should demonstrate gentleness and humility in our marriages and trust. കർത്താവ് ശ്രേഷ്ഠമായി എല്ലാം ചെയ്തു തരുന്ന കൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. ജോൺ ചാപ്റ്റർ 12 വേഴ്സ് 2. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവി. ഹല്ലേലൂയ. തകർന്നിട്ടുള്ള ആൾക്കാരുടെ കോൺവെർസേഷനും ബ്രോക്കണായിരിക്കും, ബ്രോക്കൺ കമ്മ്യൂണിക്കേഷനായിരിക്കും. നമുക്ക് അവരെ നല്ലവണ്ണം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം പൂർണ്ണമായിട്ട് തുറന്നു കൊടുത്താൽ, ഞാൻ പറയട്ടെ, നമ്മുടെ കൂട്ടാളിയുടെ നേരെ വരുന്ന ആ പ്രോബ്ലംസും എന്താണെന്ന് മനസ്സിലാക്കി കൃപയിൽ കൈകാര്യം ചെയ്യുവാൻ്റെ ഗുണം പ്രാപ്തനാക്കുന്നൊരു ദൈവമല്ലേ. നമ്മൾ
ഏറ്റവും ബെസ്റ്റായിട്ടൊരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാലും ഒരു കാര്യം നമ്മെ ഭരിച്ചോണം. ഐ ആം എ സിന്നർ ആൻഡ് സോ ഈസ് മൈ ഹസ്ബൻഡ്. ആദ്യ കാലഘട്ടങ്ങളിൽ ആംഗ്രി റിയാക്ഷൻസ് കോൺഫ്ലിക്റ്റിൻ്റെ നേരെയൊക്കെ ഉണ്ടായി വരുമ്പോൾ, ഹേർട്ട്ഫുള്ളായിട്ട് വരുമ്പോൾ, നമുക്ക് തമ്മിൽ മനസ്സിലാക്കുവാനും കൃപ കാണിപ്പാനും തക്കവണ്ണം ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് അത് സഹിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ വിഷയത്തിലും നമ്മുടെ ടോണ് അത് റൂഡാണോ, ആംഗ്രി ആണോ, നാഗിങ് ആണോ, ഇഗ്നോറിങ് ആണോ എന്നൊക്കെ ചിന്തിച്ചു കൊള്ളണം. അസംഷൻസ് ഒന്നും പാടില്ല. ചിന്തിച്ചു കൂട്ടിയിട്ടൊരു കാര്യവുമില്ല. കേട്ടില്ല എന്ന് നടിക്കുവാൻ പോകരുത്. ഒരു പാസീവ് ആൻഡ് അഗ്രസീവായിട്ടുള്ളൊരു വിവാഹം കാഴ്ചവെക്കണം. നാഗ് ചെയ്യുന്നവരായി തീരരുത്. പലതും ഇഗ്നോർ ചെയ്തുകൊണ്ട് ഒരു ഭവനത്തിൽ നിൽപ്പാൻ്റെ കൊണം കർത്താവിൻ്റെ സഹായം നമുക്ക് ആവശ്യം. ദൈവമക്കളെ, ചിലതൊക്കെ ചിന്തിച്ചു കൂട്ടുക, ചിലത് കേട്ടില്ലെന്ന് നടിക്കുക. ആർഗ്യുമെൻസിൽ കൂടെ ഒന്നും നേടാൻ ശ്രമിക്കല്ലേ. പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെ കഴിഞ്ഞും വലുത് ആർഗ്യുമെൻറ്റിനകത്ത് ജയിക്കുവാണെന്ന് കരുതരുത്. ആകാത്ത ഭാഷ നാം ഉപയോഗിക്കരുത്. സംസാരിക്കാൻ പറ്റുമ്പോൾ സംസാരിക്കണം. ടെക്സ്റ്റ് അയച്ചു വിടരുത്. വെറുതെ കേട്ടാൽ പോരെ, ശ്രദ്ധിച്ച് കേൾക്കണം. ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാക്കിയാൽ നമുക്കെങ്ങനെ നമ്മുടെ മാരേജ് ലൈഫ് നല്ലതായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഞാൻ പറയട്ടെ, എല്ലാ കാര്യങ്ങളും അതിനുള്ള ഉത്തരം നമ്മുടെ ബൈബിളിലുണ്ട്. ബൈബിള് നമുക്ക് ഉത്തരം തരും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം, മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 12 ഇങ്ങനെ പറയുന്നു: മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. നമുക്കങ്ങനെ ചെയ്തു കൊടുക്കുവാൻ്റെ ഗുണം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കണം, നീ ഞങ്ങളെ അനുഗ്രഹിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിപ്പാൻ, മനുഷ്യരെ ബഹുമാനിപ്പാനും ബന്ധങ്ങൾ നല്ലതായി കൊണ്ടുപോകാനും ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.